ഇന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ വന്നേക്കണത്. എന്താണ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടാവും കേട്ടോ, വേറെ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും വന്നേക്കണത് ഇന്ന് അനിയത്തിയുടെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് തിരിച്ച് പോവാണ്. മനാഫ് എന്നാണ് കേട്ടോ പേര്. മനാഫിന് 3 മാസം കൂടുമ്പോഴാണ് കേട്ടോ ലീവ് വന്നത്. ഈ പ്രാവശ്യം പൂജ ഹോളിഡേയ്സിലാണ് പുള്ളി വന്ന് തിരിച്ചു പോണത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഇവൾ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എയർപോർട്ടൊന്ന് കാണുകയും ചെയ്യാം, ഒന്ന് വരികയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര സീനാണെന്ന് പറഞ്ഞത് കേട്ടോ. ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ഇവർ. അനിയത്തിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ്ടോ. നമ്മളെന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ കരയുമെന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ കരയാനുള്ളൊരു പുറപ്പാടിലാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ കരഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാറൊന്നുമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആരെങ്കിലും കരയണത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്കും കരച്ചിൽ വരും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ നമുക്കിവർ വരുമ്പോഴാണെങ്കിൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. പക്ഷേ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ. പുള്ളിക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യാത്ര പറയലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറാനുള്ളൊരു ടൈമായി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പാവം അല്ലേ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് കയറി ഇനിയിപ്പോൾ ഇപ്പുറ സൈഡിൽ വരുമെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് അവൾ പറഞ്ഞിട്ടത്. അപ്പോൾ മനാഫ് അകത്തേക്ക് കയറി ഇപ്പുറ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കയ്യൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മനാഫ് അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും കാണാൻ പറ്റൂല കേട്ടോ. അപ്പോൾ മോള് അവൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടാറ്റോ എടുത്ത് നിൽക്കാം കേട്ടോ. ജസ്സാക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. വാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് അവൾക്ക് കേട്ടോ. അത് ഇങ്ങനെ ചാടി വാപ്പി പോണ വരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാണ്ട. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ വാപ്പിയും മാങ്ങളൊക്കെ ഭയങ്കര ഡിസ്കഷനിലാട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ജസ്സ വീണ്ടും ടാറ്റോ എടുത്തുകൊണ്ടിരിക്കാണ്ട്. അപ്പം അങ്ങനെ മനാഫ് അകത്തേക്ക് പോയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ പയ്യെ പോയി അവിടെ നിന്ന് പോന്നു ഗൈസ്.